ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇമ്പാക്ട് പ്ലെയർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ത്യ സഖ്യത്തിന് ഇത്രയും സീറ്റ് പിടിക്കാൻ പറ്റിയത് കാരണം അതിൽ ഉയർന്നു വരുന്ന ഒരു പേരാണ് ധ്രുവ് രാത്തി. രാജ്യത്തെ ഏറ്റവും വലിയ മാധ്യമങ്ങൾ വരെ ഭരിക്കുന്ന കക്ഷിയെക്കുറിച്ച് പറയാൻ മടിക്കുന്ന പലതും തെളിവ് സഹിതം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ്. ഏകദേശം 21 മില്യണിൽ പരം ആളുകൾ യൂട്യൂബിൽ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഓരോ കാര്യങ്ങളും തെളിവ് സഹിതം നിരത്തി പറയുമ്പോൾ പൗരൻ എന്ന നിലയിൽ നമ്മൾ അന്തം വിട്ടു. കാരണം അത്രയ്ക്ക് കൃത്യമായും വ്യക്തതയോടുകൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഹിന്ദി ഹൃദയഭൂമിയിൽ അടക്കം ഭയങ്കര ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഉത്തർപ്രദേശിലെ ഇലക്ഷന്റെ റിസൾട്ടൊക്കെ നമ്മളെ ഇത്രയും അമ്പരപ്പിച്ച് കളഞ്ഞത്. ഭരിക്കുന്ന പാർട്ടിക്ക് കഴിഞ്ഞ ഇലക്ഷനേക്കാളും ഇത്രയധികം സീറ്റുകൾ താഴെ പോകാനും പ്രധാന കാരണമായിട്ടുള്ളത് ധ്രുവ് രാത്തിയുടെ ഇൻഫർമേഷണൽ വീഡിയോസ് ആണെന്ന് അക്ഷരം തെറ്റാതെ പറയാം. ഇപ്പൊ ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും പുള്ളിയാണ് സ്റ്റാർ ആയിട്ട് നിൽക്കുന്നത്. പുള്ളിയുടെ പേരാണ് എല്ലാവരും പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് ഈ ഒരു ഇലക്ഷനിൽ അത്രയധികം ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം വീഡിയോ ചെയ്ത് തുടങ്ങിയ സമയത്ത് ഭരണകക്ഷിയുടെ IT സെല്ലിൽ നിന്നും മറ്റു ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഭീഷണികൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഇന്ത്യ ഗേറ്റിന്റെ മുന്നിൽ വന്ന് നിന്ന് അദ്ദേഹം വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസർമാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇൻഫ്ലുവൻസർ എന്ന വാക്കിനെ അന്വർത്ഥമാക്കും വിധം പ്രവർത്തിക്കുന്ന ഒരു യൂട്യൂബറോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറോ വേറെ ഉണ്ടാവില്ല നമ്മുടെ രാജ്യത്ത്. നമ്മുടെ യൂട്യൂബർമാര്, നമ്മുടെ വ്ളോഗർമാരൊക്കെ ധ്രുവ് രാത്തിനെ കണ്ടു പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഹലോ ഗായ്സ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കോപ്രായൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞ് നടക്കാൻ ഒരുപാട് പേർക്ക് പറ്റും. പക്ഷേ ഇതുപോലെ ജനങ്ങളുടെ മനസ്സിലേക്ക് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ ഇൻഫ്ലുവൻസർ ആവുന്നത്.